വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിതാ വീണ്ടും ഒരു യാത്രയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നാട്ടിലേക്ക് മീൻസ് ചെന്നൈയിലേക്ക് പോവാണ്. ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം ഈ യാത്രയിൽ ഞാൻ ഒറ്റക്കാണ്, കുഞ്ഞിപ്പെണ്ണില്ല, ഏട്ടനുമില്ല. ഓക്കെ, സോ ഞാനത് എയർപോർട്ടിലെത്തി. എനിക്ക് ഇത് തന്നെയാണ് പണി എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ വീണ്ടും ഒരു എമർജൻസി റിലേറ്റഡ് ടു മൈ കോളേജ്. സോ ഒരു ഡോക്യുമെൻ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടിയിട്ടില്ല. കാരണം കുഞ്ഞിനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവിടെ എത്തുമ്പം ഇപ്പം നാട്ടിൽ ഭയങ്കര മഴയാണെന്നൊക്കെ പറഞ്ഞു. ഇൻ കേസ് മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ തോട്ട് ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും ബെറ്റർന്ന്. പിന്നെ ഏട്ടനുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞിനെ ഏട്ടൻ ഹാൻഡിൽ ചെയ്തോളും. പിന്നെ അവൾ നിന്നോളും ഏട്ടൻ്റെ കൂടെ. യൂസ്ഡാണ് അങ്ങനെ നിന്നിട്ട്. പക്ഷേ ഏട്ടൻ്റെ കൂടെ നിന്നിട്ട് വെച്ചാൽ ഞാനുള്ളപ്പോൾ തന്നെ. പക്ഷേ ഇതൊരു ചാലഞ്ചായിട്ട് ഏട്ടനെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താവെന്നറിയില്ല. പക്ഷേ ഓക്കെ സേഫ് ഹാൻഡിലാണല്ലോ നമ്മളിപ്പം ഏൽപ്പിച്ച് പോകുന്നത്. അതുകൊണ്ട് സമാധാനമുണ്ട്. പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ അറിയില്ല, ഒരു മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഒരു ബേബി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. സെയിം ഏജാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അത്. എനിവേസ് ഒരു ആവശ്യം നല്ല കാര്യത്തിനാവട്ടെ പോകുന്നത്, സക്സസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഇതൊരു ഓക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ലോഞ്ചിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ വന്നു ഫ്രഷ് ആവാൻ വേണ്ടി വന്നതാണ്. അപ്പം ഓക്കെ, കാണാം ബാക്കി. സോ ഞാനിതാ ലോഞ്ചിൽ നിന്ന് ടിക്കറ്റ് ഓൾറെഡി നേരത്തെ ഇന്ന് കൺഫേം ആയ കാരണം ലോഞ്ചിൽ കയറാൻ ടൈം ഉണ്ടായി. ജസ്റ്റ് ഒന്ന് സ്വീറ്റും പാസ്തയും പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈസും എടുത്തു. നല്ല ലോഞ്ചാട്ടോ ഇത്. ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂക്കലും വിളിയൊക്കെ കേൾക്കാം. കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം ഇല്ലാണ്ട് എൻ്റെ വോയിസ് റെക്കോർഡ് നടക്കൂല. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ടിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൺഫേം ആയതുകൊണ്ട് നമുക്ക് കൂളായിട്ട് പോയി. വലിയ തിരക്കുണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്താ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. സോ യെസ്, ഞാൻ എന്താ കയറാൻ പോവാണ്. ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ലോഞ്ചിൽ കയറി കുറച്ചൊന്നും ഭക്ഷണം ചെറുതായിട്ടൊന്ന് കഴിച്ചു. കാരണം ഈവനിങ് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതല്ലേ, ഇപ്പോൾ സമയത്തരെ. അപ്പോൾ ഇത് കയറാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകുന്നതിനെ കൊണ്ടുള്ള സങ്കടമുണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമ്മളെല്ലാം ഫേസ് ചെയ്യണമല്ലോ. എൻ്റെ സീറ്റ് വിൻഡോ സീറ്റായിരുന്നു. അവിടെ സെറ്റിലായി. എന്തോ കയ്യിലില്ലാത്ത പോലെ, അല്ലെങ്കിൽ എന്തോ ഞാൻ മിസ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എപ്പോഴും കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു ഈ ഒരു യാത്ര. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല ഈ യാത്ര. കോയമ്പേടു ബസ് സ്റ്റേഷനിലേക്ക് വന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഊബർ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇനി ബസ് ത്രൂ ആണ് ഞാൻ കാഞ്ചീപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ബസ് ശരിക്കും ഞാനൊരു തമിഴ് ഫിലിമിൽ അഭിനയിച്ച പോലെ എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, ആ ഒരു പാട്ടും എന്തൊക്കെയോ തമിഴ് പാട്ട്, നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ചില്ലായിട്ട് പോയിട്ടാണ്. പക്ഷെ കുറച്ച് ലോങ് ആയിരുന്നു, 2 hours ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി 3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. കാഞ്ചീപുരം, പിന്നെ അവിടുന്ന് രാമപുരം വന്നു, പിന്നെ അവിടുന്ന് KK നഗർ വന്നു. അങ്ങനെ ഈ 3 സ്ഥലത്തേക്ക് ഞാൻ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഞാനിതാ തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. സോ ഇത് ടൈം 4:30. രാവിലെ 2:30 ലാൻഡ് ചെയ്ത ഞാനൊന്ന് എല്ലാം കഴിഞ്ഞു. താങ്ക് യു. കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ച് പോവാണ്. എയർപോർട്ടിലേക്ക് പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല, ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ അത് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം. അപ്പം ഞാനിതാ ഓട്ടോ കയറിയിട്ട് ഇപ്പോൾ മെട്രോയിലേക്ക് പോവാണ്. മെട്രോ ടു എയർപോർട്ടിൽ പോകാമെന്ന് വെച്ചിട്ട്
ഇവിടെ അടുത്ത അശോക് നഗർ എന്ന് പറഞ്ഞ മെട്രോ ആണുള്ളത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഫുഡ് കഴിക്കണം. കോളേജിൻ്റെ ഈ ഏരിയയിൽ കണ്ടിട്ടങ്ങനെ കുറച്ച് നല്ല ഹോട്ടലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഓട്ടോക്കാരോട് ചോദിച്ചപ്പം അശോക് നഗർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മീൻസ് മെട്രോ സ്റ്റേഷൻ ഒരു പരിസരത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ടയർഡായി കാണുമല്ലോ. വെള്ളം മാത്രമേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 6:45. പിന്നെ ഫുൾ വെള്ളമായിരുന്നു.